ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്. നമ്മൾ ഡിബെഞ്ചർ കൺസിഡർ ചെയ്യുന്നത് ഒരു ബോറോവിങ് ക്യാപിറ്റലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കും. ഈ ഒരു ഡിബെഞ്ചർ ഇൻട്രസ്റ്റിന് നമ്മൾ കൂപ്പൺ റേറ്റ് എന്ന് പറയാറുണ്ട്. ഇൻട്രസ്റ്റ് മേ ബി നമ്മൾ ഹാഫ് ഇയർലി ആയിരിക്കാം, അല്ലെങ്കിൽ ആനുവലി ആയിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഇൻട്രസ്റ്റ് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കാറുണ്ട്. ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് പ്രോഫിറ്റിൽ നിന്നാണ് മിക്കവാറും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡിബെഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇൻ കേസ് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പോലും എന്താണ്, നമ്മൾ ഡിബെഞ്ചറിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ നിർബന്ധിതരായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റിന് ടാക്സ് അടയ്ക്കണം. ഈ ടാക്സ് നമ്മൾ TDS ആണ്, ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് എന്ന് പറയും. അപ്പം നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അറ്റ് പ്രസൻറ്റ് കൊടുക്കുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഡിബെഞ്ചേഴ്സിനാണെങ്കിൽ നമ്മൾ 10% ടാക്സും, അൺലിസ്റ്റഡ് ഡിബെഞ്ചേഴ്സിനാണെങ്കിൽ 20% ടാക്സുമാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സമയത്ത് എഴുതുന്ന ജേണൽ എൻട്രീസ് ആണ്. ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻകം ടാക്സ് പേബിൾ ആണ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നുണ്ട്. കൊടുക്കുന്നതാണ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. നെക്സ്റ്റ് വരുന്നത് വെൻ ഇൻകം ടാക്സ് പേബിൾ ഈസ് പെയ്ഡ്, അതായത് ഇൻകം ടാക്സ് കൊടുക്കുന്നത് ഇൻകം ടാക്സ് പേബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ഫോർ ക്ലോസിങ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്. അതായത് നമ്മൾ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്താണ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്. നമുക്ക് ചെറിയ എക്സാമ്പിൾ നോക്കാം, അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഒന്നുകൂടി ക്ലിയർ ആകും. A limited issued 2010% debentures of ₹100 each on January 1st, 2019 at a discount of 10%, redeemable at a premium of ₹10%. Give journal entries relating to the issue of debentures and debentures interest for the period of ending December 31st, 2019, assuming that interest was paid half yearly on June 30 and December 31 and tax deducted at the source is 10%. A limited follows calendar year as accounting year. ക്വസ്റ്റിൽ പറഞ്ഞിട്ട് 2000 ഡിബെഞ്ചേഴ്സാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഡിബെഞ്ചറിൻ്റെ വില എന്ന് പറഞ്ഞാൽ 100 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 10% ആണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ 10% ഡിസ്കൗണ്ടിനും അതുപോലെ തന്നെ റെഡീം ചെയ്യുന്ന 10% പ്രീമിയത്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ എൻട്രീസൊക്കെ നമ്മൾ മുമ്പ് നോക്കിയതാണ്. നമ്മളോട് ഇത് ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള എൻട്രീസും കാര്യങ്ങളും എഴുതാൻ പറഞ്ഞു. കൂടാതെ റിഡംഷൻ്റെ എൻട്രീസും കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ടാക്സ് പേ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ഹാഫ് ഇയറിലായിട്ടാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ അപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് നമ്മൾ റിസീവ് ചെയ്യുന്നൊരു എൻട്രിയാണ് നമ്മൾ എഴുതുന്നത്. എല്ലാവർക്കും പോലെ തന്നെ ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു 10% debentures application and allotment. 2000 10% ഡിബെഞ്ചറാണ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾക്ക് 10% ഡിസ്കൗണ്ടിനാണ് കൊടുത്തിട്ടുള്ളത്. അതും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2000 × 100 അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 100 നിന്ന് അതിൻ്റെ ഡിസ്കൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ടായിരിക്കാം, 1,80,000 ഉണ്ടായിരിക്കും. അതായത് 2000 × 100 എന്ന് പറയുമ്പോൾ 2 ലക്ഷം കിട്ടും. അതിൻ്റെ 10% ഡിസ്കൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ 1,80,000. നെക്സ്റ്റ് നമ്മളത് ഡിബെഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ് നമ്മൾ എഴുതേണ്ടത്. ഈ പറഞ്ഞ പോലെ 10%
ഡിബെഞ്ചർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്, ടു 10% ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്, ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്. അപ്പോൾ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് അതിൻ്റെ ഫേസ് വാല്യൂ പോകും 2 ലക്ഷമാണ്. 2000 ഇൻറ്റു 100 2 ലക്ഷമാണ്. പ്രീമിയം എന്ന് പറഞ്ഞാൽ 10% ആണ്. 10% എന്ന് പറയുമ്പോൾ 2 ലക്ഷത്തിൻ്റെ 10% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20,000 ആണ് നമുക്ക് അത് റെഡീം ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള പ്രീമിയം എന്ന് പറയുന്നത്. ഇവിടെ നിന്നുണ്ടായിരിക്കാം റെഡീം ചെയ്യുമ്പോൾ സമയത്തുള്ള പ്രീമിയം ഉണ്ടായിരിക്കാം, ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് ഇവിടെ എത്രയായിരുന്നു നമ്മൾ നേരത്തെ 20,000 10% ഡിസ്കൗണ്ട് പ്ലസ് 10% എന്താണ് റിഡംഷൻ പ്രീമിയം. ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 40,000. ഇവിടെ 40,000 വരും. ദെൻ നെക്സ്റ്റ് എന്താണ് ഇവിടെ ഈ ഒരു സെയിം എമൗണ്ട് തന്നെ ഒരിക്കൽ ഇവിടെ വരിക 1,80,000. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നത് ആ ഒരു വർഷത്തിൻ്റെ സെൻട്രൽ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന എൻട്രി നമ്മൾ മോഡലിൽ പറഞ്ഞിരുന്നു, അതൊന്ന് എഴുതുക. നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട് ഡിബെഞ്ചേഴ്സ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബെഞ്ചേഴ്സ് ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ഇൻകം ടാക്സ് പേയബിൾ. നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 10% ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. 10% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 2 ലക്ഷത്തിൻ്റെ 10% എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിന് 20,000 രൂപ ഉണ്ടായിരിക്കും. അപ്പോൾ ഹാഫ് ഇയർലി ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ എത്ര രൂപ ഉണ്ടായിരിക്കും? 10,000. ഈ 10,000ൻ്റെ എന്താണ് 10% എന്തുണ്ട്? TDS ഉണ്ട്, ടാക്സ് ഡിഡക്റ്റഡ് ടു സോഴ്സ് ഉണ്ട്. അപ്പോൾ അതെന്താണ് അതിൻ്റെ 10% എന്ന് പറയുന്ന സമയത്ത് 1000 രൂപ. ബാക്കി അപ്പോൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് ആക്ച്വലി എത്ര കിട്ടും? 9,000 കിട്ടും. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന എൻട്രിയാണ് ആർക്കൊക്കെ കൊടുക്കുക? ഡിബെഞ്ചർ ഹോൾഡേഴ്സ്. ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഒരു രൂപ ഉണ്ടായിരിക്കാം 9,000. ദെൻ നെക്സ്റ്റ് ആ വർഷം ലാസ്റ്റ് 31/12/2019 ആ വർഷം ലാസ്റ്റ് ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്ന എൻട്രിയാണ് നമ്മൾ എഴുതേണ്ടത്. സെയിം എൻട്രി തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എൻട്രി എഴുതി കഴിഞ്ഞു. എമൗണ്ടും സെയിം തന്നെയാണ് വരിക. 10,000 രൂപയായിരിക്കും ആ വർഷം ലാസ്റ്റ് അവർക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതിൽ 10% TDS പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9,000 ഉണ്ടായിരിക്കും. ബാക്കി 1000 രൂപ ഇവിടെ ഉണ്ടായിരിക്കും. then അത് കൊടുക്കുന്ന എൻട്രി സെയിം എൻട്രി തന്നെ റിപ്പീറ്റ് ചെയ്യും. ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് 9,000. അപ്പോൾ അത് എഴുതി കഴിഞ്ഞു. then ഈ ഒരു വർഷം ലാസ്റ്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻകം ടാക്സ് പേ ചെയ്യുന്നത്. അപ്പോൾ വരുന്നത് ഇൻകം ടാക്സ് പേബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഇൻകം ടാക്സ് പേബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഇവിടെ ഒരു 2,10,000 വെച്ചിട്ട്, അതായത് 2 ലക്ഷത്തിൻ്റെ എന്താണ് 10%, സോറി 2 ലക്ഷം അല്ല, 2 ലക്ഷത്തിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 20,000 ആണ്. 20,000ത്തിൻ്റെ 10% ആണ് നമ്മൾ 2 തവണയായിട്ട് ഇൻകം ടാക്സ് കൊടുത്തത്. അപ്പോൾ അതെത്ര ഉണ്ടായിരിക്കാം? 2,000 രൂപ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. ഓക്കെ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് എക്സ്പെൻസ് ആക്കി ട്രീറ്റ് ചെയ്തുകൊണ്ട് ടോട്ടൽ കൊടുത്ത ഇൻട്രസ്റ്റ് 20,000 നമ്മൾ ഇതിലേക്ക് എഴുതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം ചെയ്യാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.